ഞാൻ കഴിഞ്ഞ ദിവസം വിക്രം സമ്പത്തിന്റെ സവർക്കർ ജീവചരിത്രം മേടിച്ച് വായിക്കുകയുണ്ടായി. അപ്പൊ പുറയില് മാപ്പപേക്ഷ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട്. 10-20 പേജുണ്ട്. 7-8 മാപ്പുകളുണ്ട്. ഭാര്യ എഴുതിയത്, കുടുംബക്കാരെഴുതിയത്, മൂപ്പരായിട്ട് തന്നെ എഴുതിയത്. വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇത് വായിച്ച് മടുത്തിട്ടായിരിക്കും മൂപ്പരെ വിട്ടത് എന്നാ. കാരണം അത്രയും മാപ്പുണ്ട്. ഇത് അവസാനിക്കുന്നില്ല. അവസാനത്തെ മാപ്പിലൊരു വാക്യമുണ്ട്, ഡോക്ടറോട് പറഞ്ഞു. അവസാനത്തെ മാപ്പിൽ പറയുന്നത്, എന്നെ വിട്ടയച്ചാല് എന്റെ മാത്രം പിന്തുണയല്ല, എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പ് തരാനായിട്ട് എനിക്ക് കഴിയും. ഇയാളാണ് കേട്ടോ നാളെ ഭാരതരത്നാവാൻ പോകുന്നത്. ഗാന്ധി വധക്കേസിൽ 9ാം പ്രതിയാണ്. ദിഗംബർ ബാഡ്ഗെയും ശങ്കർ കിസ്തായിയും അതുപോലെ തന്നെ നാരായൺ ആപ്തെയും ഗോപാൽ ഗോഡ്സെയും നാഥുറാം ഗോഡ്സെയും ഒക്കെ ഗാന്ധി വധത്തിന് ഒരാഴ്ച മുമ്പ് ഇദ്ദേഹത്തെ പോയി കണ്ടുവരുന്നുണ്ട്. വിജയിച്ചു വരുമെന്ന് അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിന്റെ നടപ്പിലാവല അയാളാണ്. പി എൻ ഗോപികൃഷ്ണൻ ഗോഡ്സെയെ കുറിച്ച് എഴുതിയൊരു വാക്യമുണ്ട്, സവർക്കറുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടയാണ് ഗോഡ്സെ. ഗോഡ്സെ അല്ല തോക്ക്, ഗോഡ്സെ വെടിയുണ്ടയാണ്. പുറപ്പെട്ടത് സവർക്കറിൽ നിന്നാണ്. ആ പുറപ്പെട്ട വെടിയുണ്ട ഗാന്ധിയുടെ മാറിൽ വീണ് അവസാനിച്ചിട്ടില്ല കേട്ടോ. ഈ രാജ്യത്തിന്റെ മാറിലേക്ക് അത് നിരന്തരം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെടിയുണ്ടയാണ് ഈ CAA എന്ന് പറഞ്ഞു വരുന്നത്. ആ വെടിയുണ്ടയാണ്. ഞാൻ അതിന്റെ ചരിത്രം ഇപ്പൊ പറയുന്നില്ല, അത് വേറൊരു വിഷയമാണെന്നുള്ളത്.